തെക്കൻ ജില്ലകളിലൂടെ കടന്നുപോകുന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന LDFന്റെ വികസന മുന്നേറ്റ ജാഥ അത് കൊല്ലം ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. സഖാവ് ബിനോയ് വിശ്വം തന്നെ 24 ന്യൂസിനൊപ്പം ഇപ്പോൾ ചേരുകയാണ്. എങ്ങനെയുണ്ട് വികസന മുന്നേറ്റ ജാഥയിലുടനീളം ലഭിക്കുന്ന ജനങ്ങളുടെ പ്രതികരണം? പ്രതികരണം അങ്ങേയറ്റം ആവേശകരമാണ്. എവിടെയും ആർത്തിരമ്പുന്ന ജനകീയ മുന്നേറ്റമുണ്ട്. ഇടതുപക്ഷത്തെ LDFനെ എത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് ഈ ജാഥ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ജാഥയുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റപ്പെട്ടിരിക്കുകയാണ്. മൂന്നാം LDF സർക്കാരിലേക്കുള്ള യാത്രയുടെ ഒരു ചെറിയ തുടക്കമായിട്ട് തന്നെയാണ് ഈ ജാഥയെ കാണുന്നത്. അത് ചോദിക്കുന്നത് ഞങ്ങൾ എല്ലാ സ്ഥാനങ്ങളിലും മൂന്നാം ഊഴത്തെ പറ്റി ഒരേ സ്വരത്തിൽ ജനങ്ങൾ പറയുകയാണ്, മൂന്നാം ഊഴം ഉറപ്പാണ് മൂന്നാം ഊഴം. അതേസമയം തന്നെ ചില സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇനിയും ഒരു തുടർഭരണം ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അതിനോടൊക്കെ എങ്ങനെയാണ് മറുപടി നൽകുന്നത്? ചോദ്യം സച്ചിമാഷെ പറ്റിയാണെങ്കിൽ സച്ചിമാഷെ ഇടതുപക്ഷം കാണുന്നത് ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാണ്. ഇടതുപക്ഷ ആശയങ്ങളെ, ഇടതുപക്ഷ മൂല്യങ്ങളെ, ആ സംസ്കാരത്തെ എന്നും പ്രതിഫലിപ്പിച്ച, ഉയർത്തിക്കാണിച്ച ഒരു വലിയ കവിയാണ് അദ്ദേഹം. അത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളെയും ആശയങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു വലിയ കവിയാണ്, സാംസ്കാരിക നായകനാണ്. സച്ചിമാഷ് ആക്ടിവിസ്റ്റ് പോലുമാണ്. അങ്ങനെയുള്ള ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഞങ്ങൾ ശത്രുവായി കാണില്ല, മിത്രമായിട്ടേ കാണും. സച്ചിമാഷിൻ്റെ കാര്യം പറയുമ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ശക്തിപ്പെടുത്തും. മറ്റൊന്ന്, ഈ പല ജാഥകളിലും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര നടന്ന ജാഥയിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവർക്കെതിരെയുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ കൂടിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ള വിമർശനം പല ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന വാക്കിന് വേറെ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ഇടതുപക്ഷം ആരെയും ഹെയ്റ്റ് ക്യാമ്പയിനിലേക്ക് കൊണ്ടുപോകില്ല. അത് ഞങ്ങളുടെ സംസ്കാരമല്ല. വിമർശിക്കാറുണ്ട് ഞങ്ങൾ. വിമർശനം വേറെ, ഹെയ്റ്റ് വേറെ. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഞങ്ങളുടേതല്ല. പക്ഷേ വിമർശിക്കേണ്ടവരെ വിമർശിക്കും ഞങ്ങൾ. വിമർശനം വേറെ, വിദ്വേഷം വേറെ, ഹെയ്റ്റ് വേറെ. ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന പ്രയോഗം തെറ്റാണ്. ഈ സ്വർണ്ണക്കൊള്ള വിഷയം LDFന് പ്രതികൂലമാകില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസമുണ്ടോ? എന്തിന് ഞങ്ങൾ പ്രതികൂലമാകണം? സ്വർണ്ണക്കൊള്ളകൾ പങ്കുള്ളവരാരാണ്? ഞങ്ങളല്ല. അത് UDFൻ്റെ ഉത്തരവാദിത്തമാണ്. അതവർ പറഞ്ഞാൽ മതി. LDFന് വ്യക്തതയുണ്ട് കാര്യത്തിൽ. കുറ്റം ചെയ്തവരാരായാലും ശരി, ശിക്ഷിക്കപ്പെടും. ആരായാലും അതുറപ്പാണ്. പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെ കുറ്റക്കാരായിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും? ആരായാലും കുറ്റം ചെയ്തവർ ഏത് പാർട്ടിക്കാരായാലും കുറ്റമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയുണ്ടാകും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇപ്പോൾ 24-നൊപ്പം ചേർന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.